ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഴുന്നേറ്റ വഴി തന്നെ ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അടിച്ചു വാരിയൊക്കെ ചെയ്തതാണ്. ഇനി നമ്മുടെ കോഴിമക്കളെ തുറന്നങ്ങോട്ട് വിടാം കേട്ടോ. അപ്പോൾ അവർക്ക് സന്തോഷം കൊണ്ട് ഇതാ ഓടി നടക്കുകയാണ്. കാരണം 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉള്ള കാരണം തന്നെ അവർക്ക് അങ്ങനെ മഴയത്ത് നടക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രിയാണെങ്കിൽ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാതെ ഇവർക്കൊന്ന് ഓടി നടക്കാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റാണെന്ന് തോന്നി. അതുകൊണ്ടാണ് അവർ രാവിലെ തന്നെ അഴിച്ചൊക്കെ വിട്ടത് കേട്ടോ. അപ്പോൾ ഇതാ മുറ്റൊക്കെ ഒന്ന് ഉണങ്ങിയ രീതിയിൽ കാണുന്നത് ഇന്നാണ് കേട്ടോ. അല്ലെങ്കിൽ ആകെ നനഞ്ഞു കുതിർന്ന് കിടക്കുന്നതാണ് കാണാറ് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ പരിസരമൊക്കെ നോക്കി കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ നമ്മുടെ ടാസ്കുകൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കള ജോലികളും നമ്മുടെ ഡെയിലി ചെയ്യുന്ന ജോലികളൊക്കെ കഴിച്ച് 8 മണിയാകുമ്പോഴേക്ക് ഫ്രീ ആവണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ വെളുപ്പിന് എഴുന്നേൽക്കുന്നതിൽ എന്തെങ്കിലും താമസം വന്നെങ്കിൽ തന്നെയും നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് ഇത്തിരി സ്പീഡ് കൂട്ടി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോഴും നമുക്ക് നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ ജോലികളൊക്കെ കഴിച്ചു വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മളങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മീൻ നമ്മൾ വരഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ തന്നെ വരഞ്ഞു കൊടുത്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം മസാലപ്പൊടിയും പിന്നെ കായപ്പൊടിയും കൂട്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരുമ്മി കൂട്ടി വെക്കൂ കേട്ടോ. എന്നിട്ട് നമുക്ക് മറ്റു ജോലികൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂർ ഇരുന്നതിന് ശേഷം ഇത് വറുത്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം തിളപ്പിച്ചും കഴിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നമ്മുടെ കോളിഫ്ലവർ അതിൽ മുക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അത് കുറേ സമയം കഴിഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ഒന്ന് വറ്റും കഴിഞ്ഞ് പിന്നെ ഇത് സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ കടിക്കുമ്പോൾ അതങ്ങോട്ട് സോഫ്റ്റ് അല്ല എന്ന് തോന്നിപ്പോവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണയിലൊന്ന് കുറച്ച് നേരം വഴറ്റാം കേട്ടോ. ഇതിൻ്റെ കളർ അങ്ങനെ നല്ല പോലെ മങ്ങി പോവരുത് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ നിർത്തണം കേട്ടോ. അങ്ങനെ വഴറ്റിയതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ. ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി ലേശം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ല പോലെ കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം അടച്ചു മൂടി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വേവിക്കുക കേട്ടോ. അങ്ങനെ അത് തുറന്നും കഴിഞ്ഞ് ഒന്ന് നല്ല സോഫ്റ്റായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ലേശം വിനാഗിരിയും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കുക. അതിന് ശേഷം നമുക്കത് അടച്ച് വയ്ക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ പപ്പടവും വറുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഉണ്ടല്ലോ ഈ കറിയുടെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കുക. അപ്പോൾ നമുക്കിന്ന് കോളിഫ്ലവർ കറിയുണ്ട്, വെണ്ടയ്ക്ക റോസ്റ്റ് ഉണ്ട്, പപ്പടം വറുത്തതുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം രമേശ് ചേട്ടനും അതുപോലെ തന്നെ ഓഫീസിലെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് മൂന്നാറിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായിരുന്നു അവരുടെ ട്രിപ്പ് കേട്ടോ. അപ്പോൾ അവർ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇങ്ങനെ നടന്നിരുന്നത് കേട്ടോ. വട്ടവടയിലാണ് അവർ കൂടുതൽ സമയവും ചിലവഴിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സന്തോഷിക്കാനൊക്കെ നമ്മൾ മറന്നു പോകില്ലേ. യന്ത്രം പോലെയായിരിക്കും നമ്മുടെ ജോലികളൊക്കെ അല്ലേ. എന്നൊരുപോലെ തന്നെ ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു മടുപ്പൊക്കെ തോന്നും. അപ്പോൾ ആ മടുപ്പൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ എനർജറ്റിക്കായിട്ട് വീണ്ടും ജോലികളൊക്കെ ചെയ്യാനായിട്ട് അത് നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഓരോ ട്രിപ്പുകളൊക്കെ പോകാനായിട്ടും മറന്നു പോകരുത് കേട്ടോ. അല്ലാതെ നമ്മുടെ കുടുംബ പ്രാരാബ്ദങ്ങളിൽ മുഴുകിയും കഴിഞ്ഞ് അങ്ങനെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാനോ നമുക്ക് ഓർത്തിരിക്കാനോ പറ്റുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി അധ്വാനിക്കുകയും വേണം, അതുപോലെ തന്നെ ആഹ്ലാദിക്കുകയും വേണം കേട്ടോ. അല്ലാതെ ജോലി ചെയ്യാൻ മടിയും അതുപോലെ ട്രിപ്പ് പോകാനായിട്ട് ഇൻട്രസ്റ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈഫിൽ പുരോഗതി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ നമ്മൾ നല്ല പുരോഗതിയിലേക്ക് നമ്മുടെ ജീവിതം എത്തിക്കണം കേട്ടോ.
എൻ്റെയൊക്കെ സ്കൂൾ ലൈഫ് അതുപോലെ കോളേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പൊക്കെ വിടാനായിട്ട് പാരൻസിനൊക്കെ ഭയങ്കര പേടിയും അതുപോലെ എല്ലാവരും പോകുന്ന അങ്ങനെയുള്ള ഒരു ടൈമൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്നൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ട്രിപ്പ് പോകാനും ഒക്കെ പറ്റിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് ഇതിനൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ വരാമെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ കുട്ടികളുടെ അത്ര സൗകര്യങ്ങളും കാര്യത്തിലൊന്നല്ല ഞങ്ങളൊക്കെ വളർന്നു വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്വയം അധ്വാനിച്ചൊക്കെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വിനിയോഗിക്കാറുണ്ട് കേട്ടോ. അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കാതെ നമ്മൾ ആസ്വദിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതായ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെയുള്ള മരപ്പാലത്തിലൂടെയാണ് കേട്ടോ രമേശ് ചേട്ടനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അല്ലേ. അഡ്വഞ്ചറസ് ജേണി എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ ഇവർ ഗുഹയുടെ ഉള്ളിൽ കൂടെയൊക്കെ നൂണ്ടഴിഞ്ഞൊക്കെ വന്നിരുന്നതും വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെ പാലത്തിലൂടെ പോയതും അതുപോലെ കാടും മറ്റൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്നതും. നമുക്കാണെങ്കിൽ തേയിലത്തോട്ടം കണ്ടാൽ തന്നെ ഒരു ട്രിപ്പ് മൂടാവും അല്ലേ. നമ്മുടെ ഇവിടുത്തെ ഈ മരങ്ങളെയും പൂക്കളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ തേയിലത്തോട്ടങ്ങളും അതുപോലെ അവിടെയുള്ള കടുത്ത വർണ്ണത്തിലുള്ള പൂക്കളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് സീതപ്പഴവും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെയാണ് രമേശ് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ. പിന്നെ നമ്മൾ ട്രിപ്പ് എവിടെ പോയാലും നമ്മൾ തേയില വാങ്ങാനായിട്ട് മറക്കില്ലല്ലോ. അപ്പോൾ തേയിലയും അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു, ആകെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അവർക്ക് അവിടെ നല്ല തെളിഞ്ഞ പ്രഭാതങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ കോടമഞ്ഞ് വന്ന് മൂടുന്ന ആ ഒരു കാര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ പിന്നെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ ഒരു റിസോർട്ടിലാണ് കേട്ടോ അവർ താമസിച്ചിരുന്നത്. അങ്ങനെ ഫുൾ എൻജോയ് ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ രമേശ് ചേട്ടൻ തിരിച്ചു വന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് അല്ലെങ്കിലും ട്രിപ്പ് മൂടുന്ന തന്നെ പറയാമല്ലേ. ക്രിസ്മസ് വെക്കേഷനും അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും മഴയൊക്കെ മാറിയിരിക്കുന്ന ആ ഒരു ടൈമിലൊക്കെയാണ് നമുക്ക് ട്രിപ്പൊക്കെ പോകാനായിട്ട് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു ക്ലൈമറ്റൊക്കെ അല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഇപ്പം ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ ക്രിസ്മസ് വെക്കേഷൻ ആവാനായിട്ടൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരിക്കില്ലേ. അപ്പോൾ പാരൻസ് പറ്റുമെങ്കിൽ അവരെയൊക്കെ കൊണ്ട് ട്രിപ്പൊക്കെ പോകണം കേട്ടോ. കാരണം അവരുടെ ലൈഫിലും അത് തന്നെയായിരിക്കും ഭയങ്കര സന്തോഷം. എന്നും പഠിപ്പും കാര്യങ്ങളും സ്കൂളിൽ പോക്കും കോളേജിൽ പോക്കും ഒക്കെ ആയിട്ട് കുട്ടികൾ വലഞ്ഞ് നടക്കായിരിക്കും. അപ്പോൾ അവർക്കും മനസ്സിനൊന്ന് സന്തോഷിപ്പിക്കണമെങ്കിൽ ട്രിപ്പൊക്കെ പോയാൽ തന്നെയാണ് പറ്റുക. അപ്പോൾ സാധിക്കുന്നവർ ചെറിയ ചെറിയ ട്രിപ്പെങ്കിലും കുട്ടികളൊക്കെ കൊണ്ടുപോകാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. നമ്മുടെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.